ഹലോ കൂട്ടുകാരെ, നാളത്തെ ന്യൂ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി ചാനലിംഗ് ആണ്. അപ്പോൾ ഇവിടെ DFs ആൻഡ് DMs, അതായത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിയുടെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. എവിടെ വരെ റെസൊനേറ്റ് ആവുന്നോ അത്രമാത്രം എടുക്കുക. അപ്പോൾ നാളത്തെ ന്യൂ മൂൺ എന്ന് പറയുന്നത് ന്യൂ മൂണിൻ്റെ കൂടെ സോളാർ എക്ലിപ്സും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു എക്ലിപ്സിൻ്റെ സീസണാണ്. കഴിഞ്ഞ ഫുൾ മൂണിന് നമുക്ക് ലൂണാർ എക്ലിപ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നാളും ഈ ഒരു ഫുൾ മൂൺ തൊട്ട് ഈ ന്യൂ മൂൺ വരെയുള്ള സമയം ഓൾറെഡി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഫെമിനൈൻ എനർജീസും മസ്കുലൈൻ എനർജീസും ഫേസ് ചെയ്തുകൊണ്ട് വന്നത്. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസ് എന്ന് പറയുമ്പോൾ ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് എനർജീസ് തന്നെയായിരിക്കും മുമ്പോട്ടും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗോ ത്രൂ ആവാൻ പോകുന്നത്. കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജീൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഇല്ലൂഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഫെമിനൈൻ എനർജീസ്. അല്ലെങ്കിൽ ഇല്ലൂഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും, പല ചാലഞ്ചസും, 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് എൻ്റെ ട്രൂത്ത് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും അത് ആക്ച്വലി ട്രൂത്ത് അല്ല എന്നും, അതിൻ്റെ റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ എനർജറ്റിക്കലി അലൈൻ ആവാത്ത കാര്യങ്ങളാണെന്ന് ഫെമിനൈൻ എനർജിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സമയമാണ്. പല കാർമിക് ലൂപ്സിലൂടെ ആയിരുന്നു ഫെമിനൈൻ എനർജി ഇതുവരെ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അതിൻ്റെ ക്ലിയറൻസ് നടക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ കാർമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലീൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, കോഡിപ്പെൻഡൻസി റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാർമിക് റിലേഷൻഷിപ്സിനെ ഇതുവരെ ഒരു കൺട്രോൾഡ് മാനറിൽ ഫെമിനൈൻ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനെയൊക്കെയും അവിടെ ഒരു ചോയ്സ് ഇല്ലാതെ യൂണിവേഴ്സായിട്ട് അവിടെ ആക്ഷൻ എടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ നിന്നും ഈ ഒരു കാർമിക് ക്ലിയറൻസ് നടത്തുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ പല ഫെമിനൈൻ എനർജീസിനും ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇൻ പെർട്ടിക്കുലറായിട്ട് ഈ ഒരു സമയത്ത് വരാവുന്നതാണ്. അതിൻ്റെ റീസൺ ആ ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഒരു സർവൈവൽ മോഡിലാണ്. അതായത് ഫിയർ ബേസ്ഡ് എനർജിയിലാണ് ആ കയ്യിലുള്ള ജോലി എങ്ങനെയെങ്കിലും ഒന്ന് സൂക്ഷിക്കണമെന്നുള്ള ഒരു റെസിസ്റ്റൻസ് മോഡിലൊക്കെ ആണെങ്കിൽ അവിടെയും യൂണിവേഴ്സായിട്ട് ആക്ഷൻ എടുത്ത് അവരുടെ ട്രൂത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അടുത്തായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ തോട്ട് പാറ്റേണിൽ പോലും അത്രയ്ക്ക് ക്ലാരിറ്റി വരുന്ന ഒരു സമയമാണ്. ഓൾഡ് പാറ്റേൺസ്, തോട്ട് പാറ്റേണിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ഓൾഡ് പാറ്റേൺസിലുള്ള എല്ലാ തരത്തിലുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെയും അത്രയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം. അതായത് കഴിഞ്ഞ ഫുൾ മൂൺ തൊട്ട് നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എനർജീസ് എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ഇത്ര നാളും യൂണിവേഴ്സ് ട്വിൻ ഫ്ലെയിംസിന് ഇൻ പെർട്ടിക്കുലറായിട്ട് ഫെമിനൈൻ എനർജിക്കാണെങ്കിലും മസ്കുലൈൻ എനർജിക്കാണെങ്കിലും ഒരു ചോയ്സ് തന്നിരുന്നു. ഒരു ടൈമും സ്പേസും തന്ന് പല സിങ്ക്രോണിസിറ്റീസ് ത്രൂ, അല്ലെങ്കിൽ പല മെസ്സേജസ് ത്രൂ ഇതെല്ലാം ട്രൂത്ത് എന്ന് കാണിച്ച് തരുമ്പോഴൊക്കെയും അതിനെയൊക്കെയും ഏതെങ്കിലും ഫിയർ ബേസ്ഡ് എനർജിയിൽ നമ്മളുടെ ലൈഫിൽ നിർത്താനായിട്ട് നോക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സർഫേസിൽ കൊണ്ടുവന്ന് യൂണിവേഴ്സായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ അത്ര ഇൻറ്റൻസായിട്ടും പെയിൻഫുള്ളായിട്ടുമുള്ള പലതരത്തിലുള്ള സിറ്റുവേഷൻസ്, പലതരത്തിലുള്ള കാർമിക് ക്ലിയറൻസസ്, ഇത് ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഫുൾ മൂൺ വരെയും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 12 ഡേയ്സ്, അടുത്ത 12 ഡേയ്സ് ഈ ഒരു എനർജി തന്നെയായിരിക്കും അപ്പ് ആൻഡ് ഡൗണിൽ. അതായത് മേ ബി ഒരു ദിവസം നമുക്ക് വളരെ കാമായിട്ട് തോന്നുന്ന എനർജി ആണെങ്കിൽ അടുത്ത ദിവസം ഹാർട്ട് ചക്രയിൽ ഭയങ്കര പെയിൻ വന്നിട്ട് പേർജിങ്ങും റിയാലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് വരാനുള്ള ഒരു സമയവുമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ
ഇൻറ്റൻസ് പേർജിങ് ആയിരിക്കും. ഇതിൽ കളക്റ്റീവായിട്ടാണ് ഈ എനർജി തരുന്നത്. അതായത് ഇനിഷ്യൽ ഡേയ്സിലുള്ള ഡി എഫ് അല്ലെങ്കിൽ കുറച്ച് ഹീൽഡായ ഡി എഫ് അങ്ങനെയല്ല. ഈവൻ ഇൻ യൂണിയനിൽ, ഹാർമോണിയസ് യൂണിയനിലുള്ള ഡി എഫിന് പോലും ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി, അൺഹീൽഡ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് സർഫേസിൽ വരികയും ഇൻറ്റൻസ് പേർജിങ്ങും ഹാർട്ട് ചക്രയിൽ ഒരു ഹെവിനെസ്സും ഫീൽ ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പേർജിങ് വരിക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണെന്ന് മനസ്സിലാക്കുക. കാരണം ഈ പേർജിങ് കഴിയുമ്പോൾ നമ്മുടെ അസെൻഷൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കാണ് യൂണിവേഴ്സ് നമ്മളെ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഹീലാക്കാനായിട്ട് ശ്രമിക്കുക. പല ട്വിൻ ഫ്ലെയിംസ്, പെർട്ടിക്കുലർലി ഫെമിനൈൻ എനർജീസിനും കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ ഒരു സിംറ്റംസ് സ്റ്റാർട്ടാവുന്ന ഒരു സമയം, അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് അതെന്താണെന്ന് ഓൾറെഡി ലോങ് ബാക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ കണ്ടു നോക്കുക. ഫെമിനൈൻ എനർജീൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ടും ത്രോട്ട് ചക്രയിൽ പെയിൻ കാണും, ഹെഡേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. കാരണം ഫെമിനൈൻ എനർജിക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ക്രൗൺ ചക്രയിലും തേർഡ് ഐ ചക്രയിലും ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് കോഡ് ആക്ടിവേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അതായത് ഹെവി ഡൗൺലോഡ്സ് കിട്ടുന്ന ഒരു സമയമാണ്. അത് ഡ്രീംസിലൂടെയൊക്കെ ആയിരിക്കാം. സ്ലീപ്പിംഗ് പാറ്റേൺസ് അതുകൊണ്ട് തന്നെ ചേഞ്ച് ആവും. അതായത് രാത്രിയൊക്കെ ഉറക്കം വരാതെ പകൽ ഇൻറ്റൻസ് ആയിട്ട് ഉറക്കമൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ ഈ നൈറ്റ് ഒത്തിരി ഉറക്കം, അതായത് ആ ഒരു ഇൻറ്റൻസ് സ്ലീപ്പിൽ പോലും ഒരു അസെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഹയർ റെലാംസിൽ നിന്നുള്ള ഒരു ഡൗൺലോഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണിത്. ഇനി വളരെ കുറച്ച് ഡിവൈൻ ഫെമിനൈൻസിന് എന്ന് വെച്ചാൽ ഇത്ര നാളും അവർ ഒരു ബാലൻസിങ്ങിൻ്റെ എനർജിയിലാണെങ്കിൽ പോലും പലപ്പോഴും ഈ ഒരു ജേർണിയിൽ ഒരു ചേസിങ്ങിൻ്റെ എനർജിയിൽ ഒരു ഡൗട്ടിൻ്റെ എനർജി. ഡൗട്ട് എന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ചുള്ള ഒരു ഡൗട്ടല്ല, ലൈഫിലുള്ള അൺസർട്ടിനിറ്റി, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു അൺസർട്ടിനിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ഹീലായ ഡിവൈൻ ഫെമിനൈൻസ്, വളരെ കുറഞ്ഞ ശതമാനം, അവരുടെ ആ ഒരു എക്സാക്ട് ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക്, ആ ഒരു ഡിവൈൻ ഫെമിനൈൻ എസെൻസിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂ മൂണിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അവരുടെ ലൈഫിൽ അബണ്ടൻസിനെ മാഗ്നറ്റൈസ് ചെയ്യും. 11 പോർട്ടൽ കഴിഞ്ഞിട്ട് ഉള്ള യൂണിയനെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ്റെ എനർജിയിലേക്ക്, പെർമനൻറ്റ് യൂണിയൻ, ഹാർമോണിയസ് പെർമനൻറ്റ് യൂണിയനിലേക്ക് എത്താനുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജീസാണ് ഇവർ. അത്രയ്ക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കും. ഒരു പക്ഷേ ഇടയ്ക്ക് അവർക്കും പേർജിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൂൺസ് സർഫേസിൽ വന്നാൽ പോലും അതിനെ എങ്ങനെ ഇമ്മീഡിയറ്റ്ലി ഹീൽ ചെയ്തുകൊണ്ട് ബാലൻസ് ആവണമെന്ന് അത്രയ്ക്ക് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജീസ്. അപ്പോൾ ഇവരുടെ ആ ഒരു ഓറ പോലും അവരുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ, അതായത് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇതുവരെ ഡ്രീം ചെയ്തിട്ടുള്ള, ഇതുവരെ യൂണിവേഴ്സിനോട് പലപ്പോഴും ഒരു ലോവർ എനർജീസിൽ നിന്നപ്പോൾ അവരുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ്, വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയാം നമുക്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും വളരെ പെട്ടെന്ന് അവരുടെ 3D ലൈഫിൽ എനർജറ്റിക്കലി അലൈൻ ആവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ന്യൂ മൂൺ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓവറോളായിട്ട് DFസിന് ഇവിടെ പറയാനുള്ളത് ഒരു ഹീലിംഗ്, അതായത് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റൻസ് ഹീലിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഇന്നർ വർക്ക് സ്റ്റിൽ ചെയ്യാനായിട്ട് മടി കാണിക്കുകയോ അല്ലെങ്കിൽ പ്രയോറിറ്റീസ് ഇന്നർ വർക്ക് അല്ലാണ്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബൈപ്പാസ് എന്ന് നമുക്ക് പറയാം, നമ്മളുടെ ആ ഒരു ഇന്നർ വർക്കിലേക്ക്, നമ്മുടെ വൂൺസിലേക്ക് കൂടുതലായിട്ട് ഹീലിംഗ് കൊടുക്കാണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന DFസിന്, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയാം നമുക്ക് ഈ ഒരു ജേർണിയിൽ. ആ റെസിസ്റ്റൻസിലുള്ള DFസിന് അവർക്ക് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ടൈമായിരിക്കും ന്യൂ മൂൺ കഴിഞ്ഞിട്ട് അടുത്ത ഫുൾ മൂൺ വരയ്ക്ക് ഉള്ളത്. അപ്പോൾ ഈ പെയിൻഫുള്ളായിട്ടുള്ള സമയം എന്ന് പറയുന്നതും അത് യൂണിവേഴ്സായിട്ട് അവരെ ആക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കുക. അവിടെ സറണ്ടർ ചെയ്തിട്ട് ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അടുത്തത് DMs, മസ്കുലൈൻ എനർജീസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. ഇവർ ഓൾറെഡി കാർമിക് ക്ലിയറൻസിലൂടെ പോകുന്ന കാര്യം ഒരു ടൈം ബീയിങ് ആണ്. കാരണം 99 പോർട്ടൽ തൊട്ടിങ്ങോട്ട് DMസിൻ്റെയും ഹെവി ആയിട്ടുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോവുകയാണ് കളക്റ്റീവിൽ. ഇത്ര നാളും അവരവരുടെ ട്രൂത്തിനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസിനെ, ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സിനെ, ഇമോഷൻസിനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജീനെ ഫീൽ ആവാൻ പഠിക്കുന്ന ഒരു സമയമാണ് DMs. അതായത് അവരുടെ ഉള്ളിലെ ഇന്നർ ഫെമിനൈനെ ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഇന്നർ ഫെമിനൈൻ്റെ ഇമോഷൻസിലൂടെ ഹാർട്ട് സെൻറ്റേർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ വരുന്ന ഒരു ഇന്നർ പീസിനെ ഫീൽ ആവുന്ന ഒരു സമയം. അവരുടെ മെൻ്റൽ ഫോഗ് ക്ലിയറൻസ് എന്ന് പറയാം നമുക്ക്. അതായത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടുള്ള പല ഡിസിഷൻസിനെയും, ലൈഫിലുള്ള പല കാര്യങ്ങളെയും ഒരു സെൽഫായിട്ടുള്ള ഒരു ലിമിറ്റഡ് ബിലീവ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇതിനെയൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് റൺ ചെയ്തുകൊണ്ടിരുന്ന DMs ആണെങ്കിൽ അവരൊക്കെയും അതിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ഫീൽ ചെയ്യുകയാണ്. ഇത് എനർജി ആണെന്നോ അല്ലെങ്കിൽ ഇത് ഈ ഫീലിംഗ് ആണെന്നോ ഒന്നും അറിയാതെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടെ ആ ഒരു എനർജീനെ ഫീൽ ചെയ്ത് ആക്ച്വലി എനിക്ക് വേണ്ടത് ഈ ഒരു ഇന്നർ പീസ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ് കളക്റ്റീവായിട്ട് DMസിൻ്റെ എനർജി. മേ ബി ഒരു സെപ്പറേഷൻ, 3Dയിലൊരു സെപ്പറേഷനിലായിരിക്കാം. മേ ബി 3Dയിൽ ഒരു കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, വളരെ സെപ്പറേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും എനർജറ്റിക്കലി വളരെ ഹെവി ആയിട്ട് യൂണിവേഴ്സായിട്ട് ആ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയാം നമുക്ക്. അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ട് DMസിൻ്റെ ലൈഫിലും DFസിൻ്റെ ലൈഫിലും യൂണിവേഴ്സായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു ടൈം പീരീഡും കൂടെയാണ് ഏകദേശം 11 പോർട്ടൽ വരെ ഉള്ളത്, ഇനി വരാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഈവൻ DMസിനും ഉള്ളത്. അവരുടെ ഇൻ പെർട്ടിക്കുലറായിട്ട് ഇന്നർ ചൈൽഡ് വൂൺസ് സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയം. അതായത് ഇത് ഫൊർഗീവ്നെസ് ആണെന്നൊന്നും അറിയണമെന്നില്ല DMs, പക്ഷേ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് എനിക്ക് ഉള്ള ഒരു ലെസനായിരുന്നു, ഒരു സോൾ ലെസൺ ആയിരുന്നു എന്ന് ഇൻഡയറക്റ്റ്ലി യൂണിവേഴ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമയവും കൂടെയാണ്. സോ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ആണ് DMസിൻ്റെയും ലൈഫിൽ നടക്കുന്നത്. DMസിൻ്റെ ഇൻ പെർട്ടിക്കുലറായിട്ട് സോളാർ പ്ലെക്സസ് ചക്രയിൽ യൂണിവേഴ്സായിട്ട് ലൈറ്റ് കോഡ് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു ടൈമും കൂടെയാണ് കളക്റ്റീവായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് മേ ബി ചിലപ്പോൾ DFസിനും പലതരത്തിലുള്ള സെൽഫ് എർത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഇനിയും ഹീൽ ആവാനുണ്ടെങ്കിൽ, അൺഹീൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മിററായിട്ട് അത് DMസിൻ്റെ സൈഡിൽ നിന്നും DFസിന് ട്രിഗർ കിട്ടാവുന്നതാണ്. അതല്ല എങ്കിൽ സ്വയമേ തന്നെ ഏതെങ്കിലും ഒരു ചാലഞ്ച് യൂണിവേഴ്സായിട്ട് അവരൊരു പക്ഷേ 3Dയിലൊരു സെപ്പറേഷനിലാണ് അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട്, സ്റ്റിൽ സോളാർ പ്ലെക്സസ് ചക്രയിൽ അൺഹീൽഡ് ആയിട്ട് ഏതെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ, ഇൻ പെർട്ടിക്കുലറായിട്ട് സെൽഫ് എർത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് DFസിനുണ്ടെങ്കിൽ പോലും അത് DMസിൽ ഹീലാവുന്നത് കൊണ്ട് തന്നെ DFസിനും ആ ചാലഞ്ചസ് യൂണിവേഴ്സായിട്ട് മുമ്പിൽ കൊണ്ടു കൊടുത്തിട്ട് ഫേസ് ചെയ്യാൻ പറയുന്ന ഒരു സമയമാണ്. അപ്പം ഇത്രയുമാണ് എനർജി അപ്ഡേറ്റ് കളക്റ്റീവായിട്ടുള്ളത്. റെസൊനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. റെസൊനേറ്റ് ആയെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഒക്ടോബർ 10 തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് സ്റ്റാർട്ടാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.